ജൂലിക്കുട്ടിക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. പാല് കൊടുത്തു, ചോറ് കൊടുത്തു, മീൻ കൊടുത്തു, പിന്നെ ചിക്കനൂടെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഇനി അടുത്ത ആഴ്ച എന്തായാലും വാങ്ങിക്കും. അപ്പോൾ ജൂലിക്ക് തന്നെ ഇഷ്ടംപോലെ കഴിക്കാം. കാരണം ആരും ഇല്ലല്ലോ. എന്താ ചെയ്യുക, നല്ല വിഷമമുണ്ട് അവർ പോയതിൽ. പക്ഷേ നമുക്കത് തന്നെ ആലോചിച്ചിരുന്ന് വിഷമിച്ച് വല്ല അസുഖം വരുത്താൻ പറ്റില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ ഓടി വരണത് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വരാറില്ല. പിന്നെ ഇവളെ സ്റ്റെറിലൈസ് ചെയ്യുന്നൊക്കെ എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ഇവൾ നമ്മളെ ഇണങ്ങ ഒന്ന് തൊടാൻ കൂടി സമ്മതിക്കില്ല കേട്ടോ. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഓടിപ്പോവും. കാരണം അവർ റോട്ടിൽ ജനിച്ച് റോട്ടിൽ വളർന്നവരാണ്. പെട്ടെന്നൊരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നവരാണ്. എത്ര സ്നേഹത്തോടെ പെരുമാറിയാലും അവൾ വരില്ല. അവൾക്ക് പേടിയാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കെയർ കൊടുക്കണം. അതൊന്നും പറ്റില്ല. കാരണം ഞാൻ റെൻറ്റ് ഹൗസാണ്, ഓണർ സമ്മതിക്കില്ല. പൂച്ചകളെ തന്നെ അവർക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ പൂച്ചകളെന്ന് പറയുമ്പോൾ എപ്പോഴും അവർ വരുമ്പോഴൊന്നും ഇവിടെ കാണാറില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞാൽ തന്നെയും പൂച്ചകളല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഡോഗ്സിനെ ഒട്ടും അലൗഡല്ല, അവർ സമ്മതിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ എല്ലാത്തിനെയും എൻ്റെ വീട്ടിൽ കയറ്റി വളർത്തുന്നതായിരിക്കും, സ്റ്റെറിലൈസ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ളൊരു എന്താ പറയുക, ഒരു സന്ദർഭം ഭഗവാൻ എനിക്ക് തരട്ടെ എന്ന് ഞാൻ വിചാരിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനിയും കമൻ്റ് ഇടണവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അറിയാത്തവരാ പറയണത്, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റാത്തതുകൊണ്ടാണ്.